നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ബിഗ് ബോസിലൂടെയും മിനി സ്ക്രീനിലൂടെയും പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ ആളാണ് അനുമോള്. കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ശക്തമായ പോരാട്ടത്തിന് ഒടുവിലാണ് അനുമോൾ കിരീടം സ്വന്തമാക്കിയത്. അതിനുശേഷവും സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ നിറഞ്ഞു നിന്ന ആളാണ് അനുമോൾ. പലപ്പോഴും അനുമോൾ തന്റെ കുടുംബ ജീവിതത്തെക്കുറിച്ചും കരിയറിലെ സ്വപ്നങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ട്. ഇപ്പോഴിതാ അനുമോൾ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അനുമോളുടെ വിവാഹത്തെക്കുറിച്ചാണ് പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത്. അനുമോളുടെ അടുത്ത സുഹൃത്ത് കൂടിയായ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും നടനുമായ ഷിയാസ് കരീമാണ് താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. ഒരു ഓൺലൈൻ ചാനലിനോട് സംസാരിക്കുകയായിരുന്നു ഷിയാസ് കരീം അനുമോളുടെ വിവാഹത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചത്. വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന സൂചനയാണ് ഷിയാസ് കരീം നൽകുന്നത്. കല്യാണം ഉടനെ തന്നെ ഉണ്ടാകും. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കേൾക്കുന്നതല്ലേ, എവിടെയാണ് വരൻ, ആരാണ് എന്നൊക്കെ അനുമോൾ പറയും. അനുമോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ എനിക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ സംബന്ധിച്ച് അവരെ വലിയ കാര്യമാണ് എന്നായിരുന്നു ഷിയാസ് കരീം പറഞ്ഞത്. പയ്യൻ ആരാണെന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ പക്ഷെ ഷിയാസ് കരീം തയ്യാറായിട്ടില്ല. അവർ എങ്ങനെ പരിചയപ്പെട്ടു, ചെക്കൻ ആരാണ്, പേരെന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കല്യാണത്തിന് സമയത്ത് റിവീൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അയാൾ കാണുവാൻ വളരെ ഭംഗിയുള്ള മനുഷ്യനാണ്. നടനല്ല, ബിസിനസ്സുകാരനുമല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് ഷിയാസ് പറയുന്നത്. ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ ഷിയാസുമായി അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ആളായിരുന്നു അനുമോള്. ഇരുവരും നേരത്തെ സ്റ്റാർ മാജിക് അടക്കമുള്ള പരിപാടികളിൽ ഒരുമിച്ച് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഷിയാസ് സഹോദര തുല്യനായ ബന്ധം തുടരുന്ന അനുമോളുടെ വിവാഹകാര്യത്തെക്കുറിച്ച് പറഞ്ഞത് വെറുതെ അറിയാതെ പറഞ്ഞത് ആകില്ല എന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ വിവാഹത്തെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ ഇതുവരെയും അനുമോൾ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ അടുത്തിടെ ഇക്കാര്യത്തിൽ ഒരു ആഗ്രഹം അനുമോൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. നല്ലൊരു വ്യക്തിയെ കണ്ടെത്തി വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുവാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്നായിരുന്നു സുഹൃത്തുമായ ലക്ഷ്മി നക്ഷത്രയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അനുമോൾ പറഞ്ഞത്. മുൻപ് വിവാഹം കഴിക്കുവാൻ പോകുന്ന ആളെക്കുറിച്ചുള്ള തന്റെ സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ അനുമോൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആരായിരിക്കും അനുമോളെ വിവാഹം കഴിക്കുവാൻ പോകുന്ന ആ ഭാഗ്യവാൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും ചർച്ച ചെയ്യപ്പെടുന്നത്. സിനിമയിൽ നിന്നോ മറ്റോ ഉള്ള ആരെങ്കിലുമാണോ വരൻ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ ഷിയാസിന്റെ വാക്കുകളിൽ നിന്ന് അങ്ങനെയല്ല എന്ന് വ്യക്തമാകുന്ന കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ടെലിവിഷൻ ഷോകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായി മാറിയ ആളാണ് അനുമോള്. പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയായി എത്തിയ അനു നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് സീസൺ വിന്നറായി പുറത്തിറങ്ങുകയായിരുന്നു. ഷോയ്ക്ക് ശേഷം വന്ന നെഗറ്റീവ് കമന്റുകൾ കാരണം ഡിപ്രഷനിലേക്ക് പോയെന്ന് നേരത്തെ അനുമോൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമും മറ്റുമായി മുന്നോട്ട് പോയതുകൊണ്ട് അധികം ആർക്കും അക്കാര്യം അറിയില്ലെന്നും അനുമോൾ പറയുന്നുണ്ട്. 100 ദിവസം ബിഗ് ബോസിൽ എങ്ങനെ അതിജീവിച്ചു എന്ന് തനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഷോയിൽ നിന്നിറങ്ങി കുറച്ചുനാള് ഞാൻ ഡിപ്രഷനിലേക്ക് കടന്നുപോയെന്നും അനുമോൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കരയുവാൻ വേണ്ടി കരയുന്നതല്ല, അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഇനി വരുന്ന സീസണിൽ എന്റെ അവസ്ഥ ആർക്കും ഉണ്ടാവരുത് എന്നതാണ് എന്റെ ആഗ്രഹം എന്നും അനുമോൾ പറയുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്രയുമായുള്ള അഭിമുഖത്തിലായിരുന്നു അനുവിന്റെ ഈ പ്രതികരണം. വിന്നറായിട്ടും അത് അംഗീകരിക്കാത്ത കുറെ ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നും ഇപ്പോഴും എനിക്ക് എതിരെ നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവരുണ്ട്. അനുമോൾ വിന്നറാകാൻ പാടില്ലായിരുന്നു, അതിനുള്ള യോഗ്യത ഇല്ലെന്ന് പറയുന്നവരുണ്ട്. അതവരുടെ കാഴ്ചപ്പാടല്ലേ, വേറെ ആരുടെയെങ്കിലും ആരാധകരായിരിക്കും എന്നും കരുതാം. പക്ഷെ അതൊന്നും അല്ല എന്നെ വേദനിപ്പിച്ചത്. ഈ പ്രോഗ്രാം പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് വന്ന് ഭയങ്കരമായിട്ട് കമന്റ് ഇടുന്നത്. കൂടുതലും ഫേസ്ബുക്ക് അമ്മാവന്മാരുടെ കമന്റുകളാണ്. ഭയങ്കര മോശമായിട്ടുള്ള കമന്റുകളാണ് വന്നിടുന്നത്. പറയാൻ പോലും പറ്റില്ലാത്ത കാര്യങ്ങളായിരുന്നു അത്. ഇതൊക്കെ ഇട്ടിട്ട് എന്ത് മനസ്സുഖമാണ് അവർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇയാൾക്ക് എന്നെ വ്യക്തിപരമായി അറിയില്ല. ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്ന ആളുകളാണ് കമന്റ് ഇടുന്നത്. അതിൽ അവർക്കൊരു മനസ്സുഖം എന്നും അനുമോൾ പറയുന്നുണ്ട്. ബിഗ് ബോസിൽ പോയി സമ്പാദിച്ച പണം കൊണ്ട് ഞാൻ സിറ്റിയിൽ തന്നെ സ്ഥലം വാങ്ങി. പണ്ട് മുതൽ സിറ്റിയിൽ സ്ഥലം വാങ്ങണമെന്നും അവിടെ ഒരു വീട് വെക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു എന്നും നല്ലൊരു തുക അതിനായി ചെലവാക്കി. പിന്നെ കുറച്ച് ഗോൾഡ് വാങ്ങി വെച്ചു. എല്ലാം ബാങ്ക് ലോക്കറിലാണ് എന്നും അനുമോൾ പറയുന്നുണ്ടായിരുന്നു. ഇത് വിവാഹത്തിനായുള്ള മുന്നൊരുക്കമാകാം എന്നാണ് ഇപ്പോൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്.